ഹായ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് കരാമയിലാണ്. നമ്മളെല്ലാവരും കൂടി പോകുന്നത് വൈറലായിട്ടുള്ള അങ്കമാലി തട്ടുകടയിലേക്കാണ്. പുകയെടുത്ത് മടങ്ങാം. കൊച്ചു കുട്ടികൾക്ക് മുതൽ മുതിർന്നവർക്ക് വരെ ഒരുപോലെ പുകയെടുക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ്. നോക്കി നിന്നാലും പൂർണ്ണ ഇനി ഇത് കിട്ടണമെന്നില്ല. അടുത്തൊരു ഫെസ്റ്റിവൽ എടുക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇവർ ഈ പറയുന്ന പൊക്ക വിടുന്ന ഐറ്റം ഒന്ന് ട്രൈ ചെയ്തേക്കാന്ന് കരുതി. പിന്നെ ഒന്നും നോക്കില്ല, അന്ന് വാങ്ങി ട്രൈ ചെയ്തു. ജീവിച്ചിട്ട് കണ്ണുനീര് പൂട്ടി എല്ലോ പൂച്ചിവില്ല കിട്ട് ഈ പുക ഇവിടുന്നായിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഒത്തിരി എൻജോയ് ചെയ്തു. കാശി കൊണ്ടും കൊടുത്തു കേട്ടോ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പൊട്ടറ്റോ സ്പൈറലായിരുന്നു. അതെനിക്ക് ഒത്തിരി ഇഷ്ടമായി. മുന്നേ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം തോന്നിയ ഒരു ഐറ്റം ആയിരുന്നു ഇത്. ഇത് കാണുമ്പോൾ നല്ല സ്പൈസിയാണ് തോന്നുമെങ്കിലും പക്ഷെ അത്രയ്ക്ക് ഓവർ സ്പൈസി ഒന്നല്ല, നല്ല ടേസ്റ്റാണ്. കാശിക്കൊട്ടും കൊടുത്തു നമ്മൾ. അതിൻ്റെ മേലെ കൂടി വയ്ക്കുന്ന ആ വൈറ്റ് സോസും എല്ലാം കൂടി മിക്സ് ആയിട്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഉണ്ണിയത് ടേസ്റ്റ് അറിഞ്ഞ് കഴിക്കുകയാണ് കേട്ടോ. അതൊക്കെ ട്രൈ ചെയ്ത് കഴിഞ്ഞ് മുന്നോട്ട് നടന്നപ്പോഴാണ് ഈ സ്പോട്ട് കണ്ടത്. പിന്നെ എനിക്ക് സ്പൈസി ഐറ്റംസ് ഒത്തിരി ഇഷ്ടമുള്ള കാരണം ഒട്ടും കുറച്ചില്ല, നമ്മൾ അതും അങ്ങനെ വാങ്ങിച്ചു. മാംഗോയും പൈനാപ്പിളും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു ഐറ്റം സൂപ്പറായിരുന്നു. കാശിക്കോടിന് ഒട്ടും വിട്ടില്ല. പിന്നെ അവന് തന്നെ വേണമെന്നായി. അങ്ങനെ കുറച്ച് സമയം ഓരോ പിടിവാശിയായിട്ട് അങ്ങനെ നിന്നു. പിന്നെ നമ്മളങ്ങ് കൊടുത്തു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് അടിക്കാൻ വിട്ടു. ബാബൽ മന്തി റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ നല്ല തിരക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ ടോക്കൺ എടുത്ത് പുറത്ത് വെയിറ്റ് ചെയ്തു. ഒരു ഹാഫ് ആൻ അവർ വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും അവർ നമ്മളെ വിളിച്ചു. അങ്ങനെ നമ്മൾ നേരെ കയറിയിരുന്നു. ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ഐറ്റം തന്നെയായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ചിക്കൻ മധൂദും പിന്നെ ബീഫ് മധൂദും ആയിരുന്നു. അതിനിടയ്ക്ക് ഇതേ അവർ സൂപ്പൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്ന കുക്കറുകളിലാണ് അവർ ഓരോ മന്തിയും പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മളങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് കാശിക്കുട്ടി സാലഡിൽ നാരങ്ങ എടുത്ത് കഴിച്ചിട്ട് പുളിച്ചിട്ടിരിക്കുന്നുണ്ടായിരുന്നത്. നമ്മളവിടെ ചെന്ന് ഓർഡർ ചെയ്തതിന് ശേഷമാണ് അവർ ഈ മന്തി പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ വെയിറ്റ് ചെയ്യണം ഹാഫ് ആൻ അവർ. അങ്ങനെ ആദ്യം കിട്ടിയിട്ടുണ്ടായിരുന്ന ചിക്കൻ മന്തി ആയിരുന്നു. അത് കഴിഞ്ഞപ്പോഴായിരുന്നു ബീഫ് മന്തി വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി വേഗം അറ്റാക്ക് ചെയ്തു. ലാസ്റ്റ് അവർ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് ലെമൺ ടീ ആയിരുന്നു കേട്ടോ. അത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് നമ്മളിതേ ഇറങ്ങുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതായിരിക്കും. ടാറ്റാ ബൈ.